എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചട്ടിയിൽ നിൽക്കുന്ന ഈ ഫാഷൻ ഫ്രൂട്ടിനെ നമ്മൾ തറയിലോട്ട് നടാൻ പോവുകയാണ്. കുറേ നാളായി ഈ ചട്ടിയിൽ കൊണ്ട് നട്ടിട്ട്. ചെറിയ തയ്യായിരിക്കുമ്പം കൊണ്ട് നട്ടതാണ്. അനിലയുടെ അടുത്ത് പോയിട്ട് വന്നപ്പം വന്നതാണ്. ചുവന്ന കളറിലെ ഫാഷൻ ഫ്രൂട്ടാന്ന് പറഞ്ഞ് തന്ന് വിട്ടതാണ്. ഇനി ഇത് വളർന്നാലേ അറിയാവൂ ഇനി ചുമപ്പാണോ മഞ്ഞയാണോ എന്ന്. മിറ്റം അടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇന്ന് ചേട്ടനാണ് തമ്പുരുവിനെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി പോയത്. പോയിട്ട് വന്ന ഉടനെ ഞാൻ പറഞ്ഞു ഇതിനെ അങ്ങ് നടാമെന്ന്. കുറേ ദിവസമായിട്ട് വൈകിട്ട് നടാം. രാവിലെ ആകുമ്പോൾ ഭയങ്കര വെയിലൊക്കെയാണ്, നട്ടാൽ വാടിപ്പോവും എന്നൊക്കെ പറയും. പക്ഷെ വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ നടാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും പിന്നെ വാടാതൊക്കെ നിൽക്കുമല്ലോ. അങ്ങനെ നമ്മളിന്ന് കുഴിയൊക്കെ എടുത്ത് നടാൻ പോവുകയാണ്. നമ്മുടെ കിണറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. അതങ്ങ് കേടായി പോയപ്പോൾ അതിനെ മുറിച്ച് കളഞ്ഞ് അവിടെ ഒരു റംബൂട്ടാൻ്റെ തൈ കൊണ്ട് നട്ട്. അതിപ്പം വളർന്ന് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇതും നട്ടു കൊടുക്കുന്നത്. ഇത് പടരാനായിട്ട് അവിടെ ഒരു പാലച്ചെടി നിൽപ്പുണ്ട്. അതിലും ഒരു സീതപ്പഴത്തിൻ്റെ ഒരു മരവും നിൽപ്പുണ്ട്. അതിലെല്ലാമായിട്ട് പടർന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് അവിടെ നട്ടു കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ബക്കറ്റിലായി നമ്മളിത് നട്ടേക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് 2 അടി അടിക്കുമ്പം തന്നെ ഇതങ്ങ് ഇളകി വരും. രാവിലെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല സെറ്റോടെ ഇളകി വരും. അത് നല്ല വേരൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം തന്നെ നടാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ചട്ടിക്കകത്തുനിന്ന് ഇങ്ങ് വെളിയിൽ വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചിളക്കുമ്പോൾ വേരൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിപ്പം നല്ല ഫുള്ള് വേരായി നിൽക്കുകയാണ്. അപ്പോൾ അതിനെ സെറ്റോടെ ഇളക്കി കൊണ്ടുവന്ന് 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണത്തിനെയും ഒരു കുഴിയിൽ തന്നെയാണ് നട്ടു കൊടുത്തത്. പിന്നെ അതിൽ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നട്ടു കൊടുത്തു. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. രാവിലെ ഇല്ലേ, അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള മിറ്റവും കൂടെ തൂത്തുവാരി ഇനി ഇവിടെയും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഇതിപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഈ അടുപ്പ് ഇന്ന് കത്തിക്കാൻ പോവുകയാണ്. അപ്പം പുതിയതായിട്ട് അടുപ്പ് വെച്ചതാണ്. കുറേ ദിവസമായി, ഒരാഴ്ച കൂടുതലായി ഇത് റെഡിയാക്കിയിട്ട്. കൊച്ചിന് ഒരാഴ്ചത്തേക്ക് റോഡ് പണിയായതുകൊണ്ട് വണ്ടി ഇങ്ങ് വരത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തമ്പുവിനെ അങ്ങും ഉണ്ടാക്കണമായിരുന്നു. 1 കിലോമീറ്ററോളം നടന്ന് വേണമായിരുന്നു പോവാൻ. അപ്പോൾ അത്രയും ദൂരം കൊണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇതിലൊരു പായസം വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാൻ പറ്റില്ല, താമസിച്ചു പോകും. അതുകൊണ്ട് ഞാനത് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ഇന്ന് എന്തായാലും പായസം വെക്കുവാണ്. ഇന്ന് തമ്പുരും ദേവും ഒക്കെ സ്കൂളിൽ പോയി. മുറ്റമൊക്കെ തൂത്തുവാരി പിന്നെ ചാണകപ്പൊടിയൊക്കെ വാരിയപ്പോഴത്തേക്ക് ദേഹമൊക്കെ ചൊറിയാനും തുടങ്ങി. അതുകൊണ്ട് ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു. ഇനിയിപ്പം പായസം വെക്കാൻ പോവാണ്. ചേട്ടനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ. അവർക്കൊക്കെ കാപ്പിയൊക്കെ കൊടുത്തു. അവരൊക്കെ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പെതുക്കെ ഇന്ന് ഉച്ചയൂണൊക്കെ റെഡിയാക്കിയാൽ മതി. ആദ്യം ഒരു പായസമൊക്കെ വെച്ചിട്ട് ഈ അടുപ്പിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അരിപ്പായസമാണ് വെക്കുന്നത്. ഇതിപ്പം ഞാൻ പൊങ്കാല ഇടുവൊന്നും അല്ല കേട്ടോ. വെറുതെ ഒരു പായസം വെക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു പുതിയ അടുപ്പാകുമ്പോൾ അതിലൊരു പുതിയൊരു ചട്ടി വെച്ചൊരു പായസമൊക്കെ വെച്ചിട്ട് അതിൽ അരിയടുപ്പ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് വെക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തീയൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് പുതിയ ചട്ടി മേടിച്ചിട്ട് 2-3 ദിവസമായി. അപ്പോൾ ആ ചട്ടിയിലാണ് പായസം വെക്കുന്നത്. അപ്പോഴേക്കാണ് അമ്മ പെതുക്കെ വാക്കറും കൊണ്ടിങ്ങ് വെളിയിലിറങ്ങി. ചേട്ടൻ പുറകെ കസേരയും കൊണ്ടുമുണ്ട്. മക്കളുള്ള ദിവസങ്ങളിലാണ് ഇതുപോലെ അമ്മ ഇങ്ങ് വെളിയിലിറങ്ങി ഈ വീടിന് ചുറ്റും ഒന്ന് നടക്കും. അപ്പോഴേ തമ്പുരുവാണ് കസേരയും കൊണ്ട് പുറകെ പോകുന്നത്. ഇന്നിപ്പം ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പം ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്യാം. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും മാവും പ്ലാവും ഒക്കെ നിൽപ്പുണ്ട്. അതിൽ മാങ്ങയും ചക്കയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടൊക്കെ അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ കാര്യമൊക്കെയാണ് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ വർക്ക് ഏരിയയിൽ ഇതിൻ്റെ വിറകടുപ്പുണ്ടെങ്കിലും അതൊരു വലിയൊരു അടുപ്പാണ്. അതിൽ നമുക്ക് വലിയ പാത്രങ്ങൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ചെറിയ പാത്രങ്ങളൊന്നും അതിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അരിയടുപ്പിൽ ഇടുന്നതെല്ലാം അരി തിളപ്പിക്കുന്നതൊക്കെ വിറക് കൊണ്ടായിരുന്നു ചെയ്യുന്നത്.
ബാക്കി കറികളെല്ലാം ഗ്യാസിലായിരുന്നു. അപ്പോൾ ഈ കിടക്കുന്ന വിറവുകളെല്ലാം നമ്മുടെ വയലിൽ കിടന്ന വിറവാണ്. അവിടുന്ന് 2 ദിവസത്തിന് മുമ്പ് എല്ലാം പറക്കിക്കൊണ്ട് വന്ന് ഇട്ടതാണ്. ഇത് നിറയെ മണ്ണും അഴുക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീട്ടിനകത്ത് കൊണ്ടുവച്ച് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന് മുമ്പിട്ട് ഇതുപോലെ വിറവുള്ളപ്പം വെളിയിൽ ഒരു അടുപ്പ് കൂട്ടി തരുമായിരുന്നു കട്ടയൊക്കെ വെച്ച്. അപ്പോൾ അത് നിലത്തായിരുന്നു. മഴ സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും മഴവെള്ളമൊക്കെ കയറി കിടക്കും. പായസത്തിന് വെച്ച വെള്ളം നല്ല ചൂടായി തിളയ്ക്കാറായി വരുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ പായസം വെച്ചാലൊന്നും ഇവിടെ ആരും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചമ്പാവ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കൂടെ മേടിച്ച ബാക്കിയെല്ലാം നമ്മൾ കാപ്പിക്ക് വേണ്ടി അരയ്ക്കാനൊക്കെ എടുത്തു. ഇപ്പം അതിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത് പായസത്തിന് എടുത്തതാണ്. അപ്പോൾ അതിനെ ഞാൻ കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായി വെന്ത് വരും. ഇപ്പം ഈ അടുപ്പ് ഇങ്ങനെ കെട്ടിയത് കൊണ്ട് നമുക്ക് ഈ അഴുക്കായിട്ടുള്ള വിറവും ഈ മണ്ണൊക്കെ ഉള്ള വിറവും ഇവിടെ വെച്ച് കത്തിക്കാൻ പറ്റും. അടുക്കളയിൽ അകത്ത് കൊണ്ടുപോകേണ്ട വരില്ല. അതുകൊണ്ടാണിത് ഇങ്ങനെ 2 അടുപ്പ് കെട്ടിയത്. അപ്പോൾ ഇനി ചോറും കറികളും എല്ലാം ഇവിടെ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കട്ടയൊന്നും വെച്ച് കെട്ടിയതല്ല കേട്ടോ. ഈ കാട്ടുകല്ല് വെച്ച് കെട്ടി ചെളിയൊക്കെ വാരി അങ്ങനെ കെട്ടിയെടുത്തതാണ്. അപ്പോൾ ചാണകം മെഴുകിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് റെഡിയാക്കി എടുത്തത്. ആദ്യം മൊത്തത്തിൽ മണ്ണും ചെളിയൊക്കെ വെച്ച് പൊത്തി മെഴുകിയാണ് എടുത്തത്. ഇനി പിന്നെ ചാണകം മെഴുകിയാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇത് മഴയായി കഴിഞ്ഞാൽ ചെതലൊക്കെ എടുക്കും, പിന്നെ വിറവൊക്കെ വെക്കുന്ന സമയത്ത് ഇടിഞ്ഞു പോവും, അതുകൊണ്ട് സിമൻറ്റ് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് സിമൻറ്റൊക്കെ മേടിച്ച് നല്ല പൂശി തന്നു. പിന്നെ ഇത് നനയാതിരിക്കാൻ വേണ്ടി ടാർപ്പേ ഇതുപോലെ കെട്ടി. അപ്പോൾ ഇങ്ങനെ കെട്ടിയപ്പോഴത്തേക്ക് നല്ല ഇതായി. അപ്പോൾ ഇതാരും കണ്ടാൽ പറയത്തില്ല ഈ വെറും കല്ല് വെച്ച് കെട്ടിയതാണെന്ന്. ചുടുകട്ടയോ താബൂക്കൊക്കെ വെച്ച് കെട്ടിയതാണെന്നേ വിചാരിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനല്ല, ഇത് കാട്ടുകല്ലാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. നല്ല തീ അങ്ങോട്ട് എരിച്ചു കൊടുക്കാൻ അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ തിളച്ച് ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടപ്പോൾ അമ്മ പറയുക കുറേ ഇങ്ങോട്ട് നല്ല നല്ല ചൂട്ടങ്ങോട്ട് വെച്ച് കൊടുക്കുക, അന്നേരം തിളച്ചങ്ങ് തൂകട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ അവിടുത്തെ ചൂട്ടെല്ലാം പറക്കി വെച്ചിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്നതല്ലാതെ അത് തിളച്ച അടുപ്പിൽ പോകണില്ല. നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരുമ്പോൾ നമ്മൾ ആ അടുപ്പിനകത്ത് വീഴാൻ വേണ്ടി കുറച്ച് ചൂട്ടൊക്കെ വെച്ച് കൊടുക്കും. അടുപ്പിനകത്ത് വീഴുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. പക്ഷേ ഇത് ഞാൻ എത്ര വെച്ച് കൊടുത്തിട്ടും അതങ്ങോട്ട് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ തവിയിട്ട് 2 ഇളക്കിയപ്പം താനേ അതങ്ങ് അടുപ്പിൽ വീണു. പിന്നെ അപ്പം അമ്മ പറയുക നീ അത് വീഴുന്നതിന് മുമ്പേ തവിയിട്ട് ഇളക്കി അതിനെ തള്ളി തറയിലിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരി വെന്തതുപോലെ തോന്നി. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് നോക്കിയപ്പോൾ ഒരു ശകല വേവിൻ്റെ കുറവും കൂടെ ഉണ്ട്. പക്ഷേ ഇത്തിരി വെള്ളം കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഈ സമയത്താണ് ഒരു മഴച്ചാറ്റൽ. രാവിലെ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് മങ്ങി ചാറ്റലായത്. അന്നേരം ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വിറവ് അത്രയും നനയൂലേ. അതുകൊണ്ട് ചേട്ടൻ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ വിരിച്ചിട്ടിരുന്ന ഷീറ്റ് ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷീറ്റിനെ എടുത്ത് അതിൻ്റെ പുറത്തുകൂടെ വിരിച്ചിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മഴ പെയ്താലും വിറവൊന്നും നനയത്തില്ലല്ലോ. അതുകൊണ്ട് അതിനെ ഇങ്ങനെ വിരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അരി നല്ലപോലെ വെന്തു. ഞാൻ ശർക്കരയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ശർക്കരയ്ക്ക് ഇത്തിരി കളറ് കുറവാണ് കേട്ടോ. നല്ല കറുത്ത ശർക്കര ഇട്ടാലേ നല്ല ആ പായസത്തിന് നല്ല കളറ് കിട്ടുകയുള്ളൂ. ഇപ്പം കയ്യിലുണ്ടായിരുന്നത് അത്ര കറുത്ത ശർക്കര അല്ലായിരുന്നു, എങ്കിലും ഇട്ട് കൊടുത്തു. പിന്നെ നല്ല പച്ച തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഏലക്കാപ്പൊടിയല്ല, ഏലക്ക ചതച്ചെടുത്തതാണ്. അതും ഇത്തിരി കൂടുതൽ മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ പായസത്തിൽ ഇത്തിരി കൂടുതൽ മുന്തിരിങ്ങയും പഴമൊക്കെ കിടക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് കൂടുതൽ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പഴുത്ത പഴം ഉണ്ടായിരുന്നു, പാളയംകുടം പഴമാണേ. അതും ഞാൻ ഇത്തിരി കൂടുതലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് പായസത്തിൽ കൂടുതൽ പാളയംകുടം പഴം ഇടുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇത് വെറുതെ കഴിക്കാനൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ പായസത്തിലൊക്കെ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്തിരി കൂടുതലായിട്ട് എടുത്തു.
ഇപ്പം നമ്മുടെ പായസം റെഡിയായി. ഇപ്പം ഇറക്കാൻ പോവുകയാണ്. കുറച്ച് അരി മാത്രമേ എടുത്തുള്ളൂ. ആ പഴവും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ആ ചട്ടി നിറയെ ആയി. അപ്പോൾ ഇതിനെ ഒന്ന് ഇറക്കി വെച്ചിട്ട് അടുപ്പിൽ തന്നെ അരിക്കും കൂടെ വെള്ളം അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. ചോറിനുള്ള വെള്ളവും കൂടെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ തീയിൽ കിടന്ന് വെള്ളം നല്ല തിളച്ച് വരും. അപ്പം പിന്നെ പെട്ടെന്ന് അരിയൊക്കെ അടുപ്പിൽ ഇടാമല്ലോ. അമ്മ കുറേ നേരമായി അകത്ത് കയറി പോകണം, എനിക്ക് കിടക്കണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പായസം കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തിയേക്കുവാണ്. അതുകൊണ്ട് പായസം ആദ്യം എടുക്കുന്നത് തന്നെ അമ്മയ്ക്ക് കൊടുക്കുവാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ വെളിയിലിരുന്ന് പായസം കുടിക്കാൻ പോവുകയാണ്. ചേട്ടനും അമ്മയും സ്പൂൺ കൊണ്ടാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. നല്ല ചൂട് പായസം ഇതുപോലെ കൈ കൊണ്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അമ്മ കുറേ നേരം കൊണ്ട് പറഞ്ഞു അകത്ത് പോവാം. അകത്ത് പോയിരുന്ന് അമ്മയ്ക്ക് ആദ്യം കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ TV കാണാൻ സമയമായി, TV കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെളിയിലിരുന്ന് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ വട്ടത്തിലിരുന്ന് കഴിക്കുകയാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ ഉത്സവ സമയമാകുമ്പോൾ അന്നദാനമുണ്ട്. അവിടുന്ന് അന്നദാനം വാങ്ങി നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ എന്ത് സാധനം വെളിയിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പം അതിനൊരു ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ പായസം കുടിക്കാനും അതുകൊണ്ട് ടേസ്റ്റ് കൂടുതലുമാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.